ആശുപത്രികളിലെ കരാർ ജീവനക്കാരുടെ തൊഴിൽ സ്ഥിരപ്പെടുത്താൻ സർക്കാരിന് മേൽ സമ്മർദ്ദവുമായി കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി യൂണിയൻ. സർക്കാരിന്റെ കാലാവധി തീരുന്ന ഘട്ടത്തിൽ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് യൂണിയന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നത്. എന്നാൽ കരാർ ജീവനക്കാരുടെ വിഷയം PSCയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ MLA പറയുന്നത്. കരാർ ജീവനക്കാരെ നിയമിച്ചത് സർക്കാർ അല്ലെന്നും ആശുപത്രി വികസന സമിതിയാണെന്നുമാണ് ന്യായീകരണം. യഥാർത്ഥത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല ഇത് ആശുപത്രികളുടെ നല്ല നടത്തിപ്പിന് വേണ്ടി ജനകീയമായിട്ട് രൂപീകരിക്കുന്ന ഒരു സമിതിയാണ് ഈ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ജീവനക്കാരെ ചെറിയൊരു വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ശമ്പളം കൊടുത്ത് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഇതീ പറയുന്നത് പോലെ ഗവൺമെൻറ് നിയമനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ പോസ്റ്റുകളേ അല്ല. സർക്കാർ ഉണ്ടാക്കുന്ന പോസ്റ്റുകളിലെ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം തന്നെ നടത്തണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല, സംശയമില്ല. അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇത്തരം നിയമനങ്ങൾക്കാണല്ലോ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഇവിടെയുള്ളത്. കരാർ ജീവനക്കാരുടെ ഒരു ആവശ്യം എന്താണ്? അവരുടെ ആശങ്ക എന്താണ്? വിനീത, പ്രധാനമായിട്ടും ഇപ്പോൾ ഈ കരാർ ജീവനക്കാരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശമ്പള വർധനവ് കാലോചിതമായിട്ട് പരിഷ്കരിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം. അതിലെല്ലാം ഉപരി ഈ ആശുപത്രി വികസന സമിതിയുമായി ബന്ധമില്ലാത്ത ഉത്തരവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പിരിച്ചുവിടലുകൾ ഉപേക്ഷിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. ഇതിൽ ഇവരുടെ തൊഴിലിന് സംരക്ഷണം നൽകണമെന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് കേരള ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ DHSലേക്ക് സമരം നടത്തിയത്. ഇതിനു മുൻപ് കോഴിക്കോടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ കരാർ ജീവനക്കാരുടെ സമരം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിൻ്റെ അവസാന ഘട്ടം അല്ലെങ്കിൽ 4-ാം വർഷമൊക്കെ ആകുമ്പോൾ ഇത്തരത്തിൽ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം, പ്രത്യേകിച്ചും ഭരണപക്ഷത്തിരിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം നടത്തിക്കൊണ്ടുള്ള നീക്കം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക പതിവ് കാഴ്ചയാണ്. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലയിലും സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഭാഗങ്ങളിലും കാണുന്നത്. പക്ഷേ അതിന് കടകംപള്ളി സുരേന്ദ്രൻ MLA പ്രധാനമായിട്ടും പങ്കുവെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതിനൊരു ന്യായീകരണമായിട്ട് അദ്ദേഹം പറയുന്നത് PSC തസ്തികയിലുള്ളവരുടെ നിയമനവുമായി ഇതിനൊരു ബന്ധമില്ല. സർക്കാർ നിയമിച്ചിട്ടുള്ള, അതായത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു ഉത്തരവോ അല്ലെങ്കിൽ സർക്കാരല്ല ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. കാരണം കോവിഡ് കാലം അടക്കം ഇത്തരത്തിൽ ആശുപത്രി വികസന സമിതി രൂപീകരിക്കുകയും പ്രത്യേകമായ ഒരു ചാരിറ്റി സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചത്. അതിന് കീഴിൽ ധാരാളം കരാർ ജീവനക്കാരുണ്ട്. അവരും അതുപോലെ PSC ജീവനക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരുടെ തസ്തിക നിയമിക്കണം. പക്ഷെ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയാണ്. PSC വഴി ലിസ്റ്റിലുള്ളവർ കാത്തിരിക്കുകയാണ് തൊഴിലിനായിട്ട്. അങ്ങനെയുള്ളവരെ സ്വാഭാവികമായി DMOമാർ ഗവൺമെന്റിനോട് ശുപാർശ നൽകി അവരെ നിയമിച്ചു കഴിഞ്ഞാൽ കരാർ ജീവനക്കാരുടെ അവസ്ഥ എന്താകും എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ സർക്കാർ PSCയിലുള്ളവരെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവർ ഒഴിഞ്ഞു പോകാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വിനീത, ശരി, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകി.